നമസ്കാരം. എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പീച്ചി ഡാം റിസർവോയർ അപകടത്തിൽ 2 മരണം. പട്ടിക്കാട് സ്വദേശികളായ ചാണോത്ത് ആൻഗ്രേസ്, ചുങ്കത്ത് അലീന എന്നിവരാണ് മരിച്ചത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് മരിച്ചത്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. നിറക്കാഴ്ചയായി എഴുന്നള്ളിപ്പ്. പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മർദ്ദിച്ചെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നി നെൽകൃഷി നശിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 38-ാം നമ്പർ ഹരിശ്രീ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പീച്ചി ഡാം റിസർവോയർ അപകടത്തിൽ 2 മരണം. റിസർവോയറിൽ വീണ് ചികിത്സയിലായിരുന്ന പട്ടിക്കാട് ചാണോത്ത് സ്വദേശി 16 വയസ്സുള്ള ആൻഗ്രേസ്, പട്ടിക്കാട് സ്വദേശി ചുങ്കത്ത് ഷാജൻ സിജി ദമ്പതികളുടെ മകൾ 16 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തൃശൂർ സെന്റ് ക്ലയേഴ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ആൻഗ്രേസ്. അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി 16 വയസ്സുള്ള എറിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പീച്ചി സ്വദേശിനി 13 വയസ്സുള്ള നിമ ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ്. പീച്ചി ഡാം ജലസംഭരണിയുടെ കൈവഴിയിൽ തെക്കേക്കുളം ഭാഗത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് അപകടമുണ്ടായത്. പീച്ചി പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് എത്തിയതായിരുന്നു ഹിമയുടെ സഹപാഠികൾ. ഡാമിലെ ജലസംഭരണി കാണാൻ ഹിമയുടെ സഹോദരി ഉൾപ്പെടെ 5 പേർ ചേർന്നാണ് പുറപ്പെട്ടത്. പാറപ്പുറത്തിരിക്കുന്നതിനിടെ 2 പേർ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു 2 പേരും വീണു. പാറക്കെട്ടിന് താഴെ കയമുണ്ടായിരുന്നു. അതിൽ അകപ്പെട്ടതാണ് അപകടത്തിന് കാരണമായത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് മരിച്ചത്. ഇന്ത്യൻ എംബസി യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചു. യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ബിനിലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന യുവാക്കളെ നാട്ടിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബിനിൽ കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിക്കുന്നത്. ബിനിലിനൊപ്പം റഷ്യയിലെത്തിയ കുറാഞ്ചേരി സ്വദേശി ജെയിൻ റഷ്യൻ അധിനിവേശ യുക്രൈനിൽ നിന്നും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയെന്ന വിവരം കിട്ടി. ജെയിൻ തന്നെയാണ് വാട്സപ്പ് കോളിലൂടെ മോസ്കോയിലെത്തിയ വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചത്. ഉക്രൈനിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ജെയിന് പരിക്കേറ്റിരുന്നു. ശേഷം കുറച്ചുനാൾ അവിടെയുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 ദിവസം മുൻപാണ് മോസ്കോയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലുള്ള ഫോട്ടോയും ജെയിൻ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇരുവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇരുവർക്കും പരിക്കു പറ്റിയത്. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ബിനിലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വിവരം ലഭിച്ചിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ബിനിലിന്റെ വിയോഗ വാർത്ത എത്തുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപും 2024 ഓഗസ്റ്റിൽ ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ പള്ളിയുണർത്തൽ, ഗണപതി ഹോമം, കലശാഭിഷേകം, തുടർന്ന് തിടമ്പ് പൂജ ചടങ്ങുകൾ നടത്തി. തുടർന്ന് 20 പൂരസെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. പഞ്ചാരിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. വിവിധ പൂരസെറ്റുകളുടെ കാവടി വരവും എഴുന്നള്ളിപ്പുമുണ്ടായിരുന്നു. അന്നദാനവും ഒരുക്കിയിരുന്നു. ഉച്ചതിരിഞ്ഞ് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളത്തോടെ കാഴ്ചശീവേലിയും, വൈകിട്ട് വരാക്കര ദേശത്ത് നന്ദിക്കര സാംഭവരുടെ നേതൃത്വത്തിൽ പന്തൽ വരവ്, ദീപാരാധന, സഹസ്രനാമാർച്ചന, തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി TS വിജയൻ, മേൽശാന്തി CN വത്സൻ, ശാന്തി KG സജീവൻ, കീഴ്ശാന്തി PV അശോക് കുമാർ എന്നിവർ കാർമ്മികരായി. പ്രസിഡന്റ് MV വിജയൻ, സെക്രട്ടറി MV സുരേഷ്, ഗജാൻജി VK സുനിൽ ബാബു എന്നിവർ നേതൃത്വം നൽകി.
പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. തിങ്കളാഴ്ച രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ പമ്പുകൾ അടച്ചിട്ടായിരുന്നു പ്രതിഷേധം. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനപ്രകാരം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത്. കോഴിക്കോട് അസോസിയേഷൻ ഭാരവാഹികളും ടാങ്കർ ലോറി തൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ് പ്രതിഷേധത്തിന് കാരണം. പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നി നെൽകൃഷി നശിപ്പിച്ചു. കൊയ്യാൻ പാകമായ കൃഷിയാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. കർഷകരായ സേവ്യർ പൊന്തോക്കൻ, അരുൺ എലുവത്തിങ്കൽ എന്നിവരുടെ നെൽകൃഷിയാണ് നശിപ്പിച്ചത്. ഒരാഴ്ചക്കാലമായി മേഖലയിൽ പന്നിശല്യം രൂക്ഷമാണ്. ഞായറാഴ്ച പുലർച്ചെ കൊരട്ടിപ്പാടത്തും സമീപത്തും വ്യാപകമായി കൃഷി നശിപ്പിച്ചുവെന്നും കർഷകർ പറഞ്ഞു. കാട്ടുപന്നി ശല്യം മൂലം ഇനിയും നെൽകൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. തൃശൂർ ആസ്ഥാനമായി കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിച്ചുവരുന്ന പ്രമുഖ ഐസ്ക്രീം ഉൽപാദന വിതരണ സ്ഥാപനമായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പൊന്നൂക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നൂക്കര ഭരത റോഡിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ രണ്ടാമത്തെ പുതിയ ഫാക്ടറിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഉദ്ഘാടനങ്ങൾ പലവിധമുണ്ട്. ചിലത് പ്രസംഗിച്ച് മാത്രം ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്, ചിലത് പ്രസംഗവും കിഴികൊടുക്കലും കൂടി ചെയ്യേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നാടൻ മുറിച്ചാലൊരു ഉദ്ഘാടനമായി. ഫ്രഞ്ച് ഡയറീസ് നമ്മുടെ സമൂഹത്തിനകത്ത് നേരത്തെ വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയയിലൂടെ പുതിയ സ്വാദും പുതിയ മായമില്ലാത്ത മൂല്യങ്ങളുള്ള ഐസ്ക്രീമും നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് കൊണ്ടുവരുന്നില്ല. ഒരു ചെറിയ കാലം കൊണ്ട് ഒരു ഐസ്ക്രീം വിപണന രംഗത്തിൽ ഇത്രമേൽ ശ്രദ്ധയോടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള വിചാരം സജിയോടെ സൂചിപ്പിച്ചു. സജി ജോലിയിൽ എഴുതി വെച്ചിട്ടുള്ള കാപ്പി ഷർട്ട് എന്തായാലും മീമെടുത്ത് കത്തിക്കണ്ട. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുമ്പോൾ ചെയ്യേണ്ട. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സ്വാഗത പ്രസംഗത്തിൽ ഈ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വഴികളെ സംബന്ധിച്ചു ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിച്ചത്. ഇതിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എനിക്കൊക്കെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ വാടകയ്ക്ക് മൂന്നാമതൊരു സ്ഥാപനം, അത് പുതിയ പിന്നെ ഉൽപ്പന്നത്തിൻ്റെ ലോഞ്ചിങ് അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഞാനതിൻ്റെ പേരിങ്ങനെ കുറേ നേരമായിട്ട് പഠിച്ചിരിക്കുകയാണ്. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഞാൻ സജി ജോർജ് ഇവിടെ പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് സ്ട്രെസ് ചെയ്ത 1-2 കാര്യങ്ങളാണ്. അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കാവി ഷർട്ടിൻ്റെ കാര്യം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിച്ച സംഭവങ്ങളുണ്ടായിട്ടും അതിലൂടെയായിരിക്കാം നമ്മൾ 10 മടങ്ങ് മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വന്ന വഴി മറക്കരുത് നമ്മളോട് കാരണന്മാർ പറയുന്നത്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീമിന്റെ ലോഞ്ചിങ് മന്ത്രിയും MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് സാരഥികളും ചേർന്ന് നിർവഹിച്ചു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി, പഞ്ചായത്ത് അംഗം മോഹനൻ തുഴൂക്കാട്ട, ലിൻഡോ തോമസ്, വ്യാപാരി വ്യവസായി തൃക്കൂർ പുന്നൂക്കര യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ, ഡിസ്ട്രിബ്യൂട്ടർ പ്രതിനിധി ജെറി കെ ജോസ് തെക്കേൽ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾക്ക് പറയാൻ പറ്റി എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ നയിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗമായിട്ടുണ്ടായിരുന്ന ചില വഴിവിളക്കുകളുണ്ടായിരുന്നു, ചില ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. എനിക്കറിയാം, ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആകെപ്പാടെ 4 സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി ഓടിക്കുന്നതും ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു. ജോളിക്കും എനിക്കും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്ന ഞങ്ങളിപ്പോഴും ഞാൻ ജോലിയിൽ ഇപ്പോഴും ഞങ്ങളുടെ അലമാരിയിൽ ഒരു കാക്കി ഷർട്ട് എടുത്ത് വെച്ചു. നമ്മുടെ ഈ നാട്ടില് ഫ്രഞ്ച് ഡയറി എന്ന് പറഞ്ഞ സ്ഥാപനം രണ്ടാമത്തെ ഒരു ഇത് തുടങ്ങിയിരിക്കുകയാണ്.
അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ഈ ഫ്രഞ്ച് ഡയറി സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ദിവസമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിശീലിക്കണം. എന്തായാലും ഇത്തരം സ്റ്റേജിൽ ഒന്ന് പ്രസംഗിക്കാനും നമ്മുടെ സജ്ജേട്ടനെ പോലുള്ള ആൾക്കാരെ അഭിനന്ദിക്കാനും കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷം. നമ്മളുടെ പ്രവർത്തനങ്ങൾ ഏത് ഇതാണെങ്കിലും നേരത്തെ സജ്ജേട്ടൻ പറഞ്ഞ മാതിരി വളരെ ഉയർച്ചയിലേക്ക് ഈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഹരമായിട്ടുള്ള ഒരു ഐസ്ക്രീമായി മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ കഴിച്ച് ഗുണനിലവാരം അവർ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. എല്ലാം ഒറിജിനലായിട്ട് ചെയ്യുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ അതിൽ വളരെ അഭിമാനമുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞുപോയത്. ഒന്നത്തെ HR പടപടപടാണ്. എന്തായാലും വളരെ സന്തോഷം ഇവരുടെ കൂടെ വേദി പങ്കിടാനും ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു ചടങ്ങിൽ ആശംസ അറിയിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. ഒരു 2 വാക്ക് പറയാനുണ്ട്. ഉദ്ഘാടകൻ പറയുകയുണ്ടായി, സ്വപ്നം കാണുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്. ഈ സജിയെ എനിക്ക് ഏകദേശം ഒരു 5 വയസ്സ് മുതൽ എനിക്കറിയാം. അന്നും സ്വപ്നം കാണുന്ന ആൾ തന്നെയായിരുന്നു സജി. കാക്കി ഉടുപ്പെടുത്തിട്ട കാര്യം പറഞ്ഞു. 5 വയസ്സുള്ളപ്പോഴും കാക്കി ഉടുപ്പിട്ട് പണിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മണ്ണിൽ നന്നായിട്ട് പണിയെടുത്ത് നന്നായിട്ട് അധ്വാനിച്ച് പല വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് സജി. സജിയുടെ കൂടെ ചേർന്നിരിക്കുന്നവർ അതിനേക്കാൾ തയ്യാറായിട്ട് നമ്മളുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ബാക്കിയെല്ലാം മാറ്റി വെച്ച് അദ്ദേഹം അവിടെ ഓടിയെത്തി. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ MLA അദ്ദേഹത്തിൻ്റെ ഈ നിയോജക മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതുമുള്ള സന്തോഷത്തോടുകൂടി ഈ ഒരു സംരംഭത്തിന് സമയത്തിന് എത്തിച്ചേരാമെന്ന് ഉറപ്പ് നൽകുകയും വരികയും ചെയ്തു. അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സ്പെഷ്യൽ പ്രൊഡക്റ്റുകളാണ് ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യോഗർട്ട് ഐസ്ക്രീം പിസ്ത, പുതുതായി വിപണിയിൽ ഇറക്കിയ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീം തുടങ്ങിയവ. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന് വൻ വിപണന ശൃംഖലകളാണ് ഉള്ളത്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷവേളകളിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക മികവോടെ നിർമ്മിക്കുന്ന ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സജീവ സാന്നിധ്യമുണ്ട്. ഫ്രഷ് ഡയറി പ്രൊഡക്ട്സിനായി സമീപിക്കുക ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്. ഫോൺ 9496 193530 9495 073635. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളം പൂതംകുട്ടി വീട്ടിൽ ഷനോജിന്റെ ഭാര്യ 39 വയസ്സുള്ള ജിസ്ന, മകൾ 7 വയസ്സുള്ള തന്മയ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റേഷൻ കടകൾ സംസ്ഥാന വ്യാപകമായി അടച്ചിടും. ജനുവരി 27 മുതൽ റേഷൻ കടകൾ അടച്ചു പ്രതിഷേധിക്കും. റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടേതാണ് തീരുമാനം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 38-ാം നമ്പർ ഹരിശ്രീ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായി. മുൻ MP TN പ്രതാപൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണൻ സ്വാമി വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പനോക്കാരൻ, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, ഹനിത ഷാജു, ഗിഫ്റ്റി ഡെയ്സൺ, സൈമൺ നമ്പാടൻ, അനു പനങ്കൂടൻ, ഐശ്വര്യ സൂപ്പർവൈസർ ആൻസി ജോസ്, കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് കണിയത്ത്, CPM പ്രതിനിധി VM സിനീഷ്, CPI പ്രതിനിധി VK സുലൈമാൻ, BJP പ്രതിനിധി അനിൽകുമാർ, അങ്കണവാടി വർക്കർ KK അനിത എന്നിവർ പ്രസംഗിച്ചു. മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 21.70 ലക്ഷം രൂപ ചെലവിട്ടായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ ഈ പ്രദേശത്ത് ഹരിശ്രീ അംഗൻവാടി എന്ന നിലയിലുള്ള ഒരു അംഗൻവാടി കേന്ദ്രം സ്മാർട്ട് അംഗൻവാടിയായി
ഉയർത്തിയതിന് ആവശ്യമായ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി അത് ഇന്ന് ഔപചാരികമായി നമ്മളിവിടെ ഇന്ന് തുറന്നു കൊടുക്കുകയാണ്. 25 അംഗനവാടികളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിൽ നമുക്കറിയാം, ഒരു അംഗനവാടിക്ക് ഇതുവരെ നമുക്ക് സ്ഥലം ലഭ്യമായിട്ടില്ല. അത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥലം നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ അനുപമ വിജയൻ നമുക്ക് തരാമെന്നേറ്റിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ തരം മാറ്റൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് കുറച്ച് താമസം വരികയാണ്. അന്ന് ജില്ലാ പഞ്ചായത്ത് ജോസഫ് താജിട്ടുണ്ടായിരുന്നു. ആളുമായിട്ട് താജിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആളോട് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് MP കൊണ്ട് പറയാം, MP കൊണ്ട് ചെയ്യിക്കാം. ആ സമയത്താണെന്ന് വെച്ചാൽ നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് MP ഫണ്ട് ഒരു വർഷം അനുവദിച്ചിരുന്നില്ല. പിറ്റേ വർഷമായാലും കുറച്ചേ കിട്ടിയിരുന്നുള്ളൂ. സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഞാനും നിങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ അംഗനവാടികളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗൻവാടി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് അംഗൻവാടികൾക്ക് നിർവഹിക്കുവാനുള്ളത്. AC ഉൾപ്പെടെയുള്ള ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ, പ്ലംബിംഗ്, സാനിറ്ററി വർക്കുകൾ, കളിയുപകരണങ്ങൾ സ്ഥാപിക്കൽ, ആർട്ട് വർക്ക്, ഹാൻഡ് റെയിൽ, ചുറ്റുമതിൽ എന്നിവ കൂടി പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ്. ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള ജനപ്രതിനിധികളോടൊപ്പവും അതുപോലെ തന്നെ IPS, IAS ഓഫീസർമാരോടൊപ്പം ഒക്കെ തന്നെ വേദി പങ്കിടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ചെറുപ്പത്തിലെ തുടങ്ങി മനസ്സുകൊണ്ട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞു. നമുക്ക് ഈ അംഗനവാടി അനുവദിക്കുന്ന പ്രതാപൻ സാറിന് വലിയ നന്ദി പറയാൻ. അതുപോലെ ഒരു സ്മാർട്ട് അംഗനവാടി, അതുപോലെ തന്നെ എൻ്റെ വാർഡിലും നമ്മുടെ MLA സാറ് നമുക്ക് 22 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളം, വെളിച്ചം, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, നമുക്ക് വെള്ളത്തിനെ കുറിച്ചറിയാം. നമുക്കറിയാം, ഈ സമയങ്ങളിൽ മുഴുവനായും വെള്ളത്തിൻ്റെ ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. നല്ലൊരു സുദിനത്തിലാണ് നമ്മളിന്ന് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. താഴെ തട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയാണ്. അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളിന്ന് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ആൾ ഇവിടുത്തെ വികസനം പോലെ തന്നെ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗണിനെ ഇങ്ങനെ ആക്കിയ ഒരു മഹാനും കൂടിയാണ് ഈ ഇരിക്കുന്നത്. പാഴായി ഗ്രാമീണ വായനശാലയും വയോജനവേദിയും മിഷൻ ക്ലീൻ പാഴായിയും ചേർന്ന് 3 മാസമായി നടത്തിവരുന്ന ശുചീകരണ യജ്ഞത്തിന്റെയും പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെയും 1ാം ഘട്ടം പൂർത്തീകരിച്ചു. സമാപന യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KA അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് PS സനൽകുമാർ, തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും മിഷൻ ക്ലീൻ പാഴായി അംഗവുമായ AG ഷൈജു, ഗ്രാമീണ വായനശാല സെക്രട്ടറി VM പ്രഹ്ലാദൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമീണ വായനശാലയും വയോജന വേദി പാഴായി വായനശാലയുടെയും അതുപോലെ തന്നെ വയോജന വേദിയുടെയും ക്ലീൻ പാഴായി മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3 മാസക്കാലം പാഴായിലെ ഓരോ റോഡുകളും വഴിയോരങ്ങളും വൃത്തിയാക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണ് നമ്മളിത് പഠിക്കുക. അതാണ് ഇവിടെ നമ്മൾ ഉയർത്തിയത് ചോദ്യം. നമുക്കിവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് തുടങ്ങിയത് നെന്മണിക്കൽ പഞ്ചായത്തിൽ വ്യാപിപ്പിക്കും. അങ്ങനെ നമ്മുടെ ജില്ല മുഴുവൻ എത്തിപ്പെടും. നിർമ്മാണ തൊഴിലാളി, തയ്യൽ തൊഴിലാളി INTUC കൊടകര മണ്ഡലം പൊതുയോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബിനു ജി നായർ അധ്യക്ഷനായി. 2023-24 +2 SSLC പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു. സംസ്ഥാന PTA അവാർഡ് നേടിയ എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KA വർഗീസ്, കേരള സ്കൂൾ കായികമേളയിൽ ബോൾ ബാഡ്മിന്റണിൽ 1ാം സ്ഥാനം നേടിയ KR നവനീത, ചാർട്ടേഡ് അക്കൌണ്ടന്റായ K സനാതനൽ, നാട്യകലാരത്നം പുരസ്കാരം നേടിയ രാജശ്രീ S നായർ എന്നിവർക്ക് സ്വീകരണം നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റണി വെട്ടത്തുപറമ്പിൽ ക്ഷേമനിധി കാർഡ് വിതരണവും ചാലക്കുടി നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു ചെറിയത്ത് ആനുകൂല്യ വിതരണവും നിർവഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PK അരുൺകുമാർ, INTUC ജില്ലാ സെക്രട്ടറി ഷൈൻ മുണ്ടക്കൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിദാസൻ, ബാബു ജോൺ, ജോയ് ചെമ്പകശ്ശേരി, ഡേവിസ് വിധേയത്തിൽ എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക നൽകണമെന്നും സെസ് പിരിവ് ഊർജിതമാക്കണമെന്നും തയ്യൽ തൊഴിലാളികളുടെ ആനുകൂല്യ വർധനവ് നടപ്പിലാക്കണമെന്നും
ബോർഡുകളോടും സർക്കാരിനോടും യോഗം ആവശ്യപ്പെട്ടു. ചെങ്ങാലൂർ സ്വദേശിയായ യുവാവിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനായി വരാക്കര പൂരപ്പറമ്പിൽ പ്രത്യേക സ്റ്റാൾ ഒരുക്കി. മജ്ജ പൂർണ്ണമായും തകരാറിലായ ചെങ്ങാലൂർ ശാന്തിനഗർ പാപ്പിനിപ്പാടത്ത് സുബ്രഹ്മണ്യൻ മകൻ 25 വയസ്സുള്ള ഹണിലിന്റെ ചികിത്സയ്ക്കാണ് സഹായം തേടുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഹണിൽ ഗുരുതരമായ മജ്ജരോഗത്തിന് ചികിത്സയിലായ യുവാവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തണം. 40 ലക്ഷം രൂപ ചിലവ് വരും. ഹണിലിനെ സഹായിക്കുന്നതിനായി ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തുറവ് ബ്രാഞ്ചിൽ ഹണിൽ PS എന്ന പേരിലാണ് അക്കൗണ്ട്. അക്കൗണ്ട് നമ്പർ 0000036075862862. ഫോൺ നമ്പർ 9605007442. പലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് ദേശങ്ങളിൽ കൊടിയേറി. എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ജനുവരി 19 ഞായറാഴ്ചയാണ് പൂരം. 3 ദേശങ്ങളിൽ നിന്നായി 7 ആനകൾ അണിനിരക്കും. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീരാജ് ഭട്ടത്തിരിപ്പാട്, മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി, നടുവം ഹരി നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉമാമഹേശ്വര പൂജയുടെ ഭാഗമായി ഭക്തർ ഐമ്പറ നിറച്ചു. പൂജയ്ക്കു ശേഷം ശ്രീ പള്ളത്തപ്പൻ മാതൃസംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും തിരുവാതിര വിഭവങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 11-ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് S. ഹരീഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ഭാരത പരിശുദ്ധ തൃത്വത്തിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ തൃത്വത്തിന്റെയും തിരുനാൾ ഈ മാസം 18, 19 തീയതികളിലായി ആഘോഷിക്കും. നന്ദിക്കര ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം, അധ്യാപക രക്ഷാകർതൃ ദിനം, യാത്രയയപ്പ് സമ്മേളനം എന്നിവ ചൊവ്വാഴ്ച നടക്കും. രാവിലെ 9:30-ന് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഹാളിൽ സംരംഭക സഭ സംഘടിപ്പിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത് അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി ജില്ലാ വ്യവസായ കേന്ദ്രം തൃശൂരിൽ 15 ദിവസത്തെ സൗജന്യ സംരംഭകത്വ വികസന പരിശീലന പരിപാടി ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ സംഘടിപ്പിക്കുന്നു. ഒരു സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ വിവിധ അനുമതികൾ, ലൈസൻസുകൾ, സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസുകൾ ഉണ്ടായിരിക്കും. പരിശീലനത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കുന്ന വ്യവസായശാലകൾ സന്ദർശിക്കും. ഭക്ഷണം, സ്റ്റഡി മെറ്റീരിയൽസ്, ട്രെയിനിംഗ് ഫീസ് എന്നിവ ജില്ലാ വ്യവസായ കേന്ദ്രം വഹിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ഫോട്ടോ, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പി സഹിതം ജനുവരി 15 വൈകിട്ട് 4-നകം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9946337386. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ജനുവരി മാസം ആരംഭിക്കുന്ന 2 വർഷം, 1 വർഷം, 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം, +2, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994449314. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേത്തല ജോർജ് ലൂസി ദമ്പതികളുടെ മകൻ ഫാദർ ജോൺസൺ G. ആലപ്പാട്ട് അന്തരിച്ചു. സംസ്കാരം ജനുവരി 16-ന് ഉച്ചയ്ക്ക് 2-ന്. ഫാദർ ജോൺസന്റെ ഭൗതിക ശരീരം ജനുവരി 15 ബുധനാഴ്ച വൈകിട്ട് 4 മുതൽ 5 വരെ ചാലക്കുടിയിലെ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വൈകിട്ട് 5:30-ന് പറപ്പൂക്കരയിലെ തറവാട് വീടായ സഹോദരൻ ഡോക്ടർ പീറ്റർ ആലപ്പാട്ടിന്റെ വസതിയിൽ കൊണ്ടുവരും.
ജനുവരി 16 വ്യാഴാഴ്ച രാവിലെ 11:30 വരെ പൊതുദർശനം ഉണ്ടായിരിക്കും. തുടർന്ന് വീട്ടിലെ തിരുക്കർമ്മങ്ങൾക്കു ശേഷം ഉച്ചയ്ക്ക് 12:30 പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന ഇടവക പള്ളിയിൽ കൊണ്ടുവന്ന് 2 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷകൾ വിശുദ്ധ കുർബാനയോടുകൂടെ നടത്തും. ഹിന്ദി ഭാഷാ പ്രചാരകനും എഴുത്തുകാരനുമായ മാഞ്ഞൂർ ഇളയെടുത്ത് വേലായുധൻ നായർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ്, തപസ്യ കലാ സാഹിത്യവേദി ഭാരവാഹി, നന്ദിപുരം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഹിന്ദി പ്രചാരകായി രാജ്യത്തുടനീളം പര്യടനം നടത്തി. അലഹബാദ് ഹിന്ദി സാഹിത്യ സമ്മേളൻ സാഹിത്യരത്നം അവാർഡ്, അഖിലേന്ത്യാ ഹിന്ദി അധ്യാപക യൂണിയന്റെ ദേശീയ അവാർഡ്, തഞ്ചാവൂർ ഹിന്ദി തമിഴ് സമന്വയ സംഘം അവാർഡ്, ഹിന്ദി പ്രചാർ പരീഷത്ത് ലക്നൌ ദേശീയ അവാർഡ്, തൃശൂർ സർഗ സാംസ്കാരിക വേദിയുടെ സർഗശ്രേഷ്ഠ പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്ക് 2013 കേരള സാഹിത്യ അക്കാദമിയുടെ ആദരം, തൃശൂർ പന്തിരുകുലം അക്കാദമിയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ദേശീയ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സരോജിനിയാണ് ഭാര്യ. ആസാദ് ഇളയെടുത്ത്, ഡോക്ടർ ആഭാരി ഇളയെടുത്ത് എന്നിവർ മക്കളും ശ്രീരേഖ മരുമകളുമാണ്. കല്ലൂർ പൊറുത്തൂര് പനോക്കാരൻ അന്തോണി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസ്ലി, റപ്പായി, പോൾ, മേഗി, ജാൻസി, ഷാജു എന്നിവർ മക്കളും ജോസ്, എൽസി, മേരി, ജോയ്, റേസി, പരേതനായ ജോർജ് ആൽബിനസ് എന്നിവർ മരുമക്കളുമാണ്. ഊരകം പാനാടി വീട്ടിൽ സുധീഷ് അന്തരിച്ചു. 33 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വീണയാണ് ഭാര്യ. മകൻ സഹർഷയാൻ. ചെങ്ങാലൂർ നെടുമ്പറമ്പിൽ എൽസി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആഗസ്തിയാണ് ഭർത്താവ്. ഷാജു, ബീന എന്നിവർ മക്കളും ബെറ്റി, ഡാൻഡിസ് എന്നിവർ മരുമക്കളുമാണ്. വരാക്കര ചക്കാലമറ്റത്ത് വളപ്പി ജോസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് വരാക്കര സൌത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. റോസ്ലിയാണ് ഭാര്യ. ബിജു, ബിന്ദു, രതീഷ്, രാജേഷ് എന്നിവർ മക്കളും സിനി, ജോൺസൺ, ജിസ്നി, സുമ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചി ഡാം റിസർവോയർ അപകടത്തിൽ 2 മരണം. പട്ടിക്കാട് സ്വദേശികളായ ചാണോത്ത് ആൻഗ്രേസ്, ചുങ്കത്ത് അലീന എന്നിവരാണ് മരിച്ചത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് മരിച്ചത്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. നിറക്കാഴ്ചയായി എഴുന്നള്ളിപ്പ്. പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മർദ്ദിച്ചെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നി നെൽകൃഷി നശിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 38-ാം നമ്പർ ഹരിശ്രീ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.